إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടിയാണ്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന നമ്മുടെ റബ്ബ് നമ്മെ വെറുക്കുമോ? അവന്റെ സ്നേഹം നമുക്ക് നഷ്ടപ്പെടുമോ എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം ഒരാൾക്ക് ലഭിക്കുക എന്നാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നാദാ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസനെ ഇഷ്ടപ്പെട്ടാൽ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കും. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബ്ഹു. ജിബ്രീൽ, ഇന്നാലിന്ന വ്യക്തിയെ അല്ലാഹുവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും അയാളെ ഇഷ്ടപ്പെടുക എന്ന്. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ് സമാ. എന്നിട്ട്
മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു. മലക്കുകളെ, ഇന്നാലിന്ന വ്യക്തിയെ അല്ലാഹുവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടുക. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ. പിന്നീട് ആകാശലോകത്തുള്ളവർ മുഴുവനും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ഭൂമിയിൽ ഒരു പ്രത്യേകമായ സ്വീകാര്യത നൽകുമെന്നാണ് സ്വഹീഹുൽ ബുഖാരിയിലെ 3209 ഹദീസാണ്. പ്രിയമുള്ളവരെ, അല്ലാഹ് നമ്മെ ഇഷ്ടപ്പെട്ടാൽ മലക്കുകളെ മുഴുവനും നമ്മെ ഇഷ്ടപ്പെടുന്നു. ഭൂമിയിൽ അല്ലാഹു തആല പ്രത്യേകമായി നമുക്കൊരു സ്വീകാര്യത നൽകുന്നു. അല്ലാഹു ഒരാളെ വെറുത്താൽ ഇതേ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീൽ അലൈഹിസ്സലാം ഇതേ രൂപത്തിൽ മലക്കുകളോട് പറയും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് വെറുപ്പുള്ള ഒരു സമീപനം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുമെന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിന്റെ ഇഷ്ടം നേടുക എന്നതാണ് പ്രധാനം. ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുക എന്നതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈമാനും അഅ്മാലു സ്വാലിഹാത്തുകളുമാണ്. വിശ്വാസവും സൽക്കർമ്മവുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ലഭിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരാണോ, സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അവർക്ക് പരമകാരുണ്യകനായ അല്ലാഹു ഇഷ്ടമുണ്ടാക്കി കൊടുക്കുന്നതാണ് എന്നാണ് സൂറത്തു മറിയമിന്റെ 96-ാമത്തെ ആയത്ത്. അഥവാ അല്ലാഹ് അവരെ ഇഷ്ടപ്പെടുന്നു, മലക്കുകളോട് അവരെ ഇഷ്ടപ്പെടാൻ പറയുന്നു. അങ്ങനെ അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ മലക്കുകളും നല്ലവരുമെല്ലാം അവരെ ഇഷ്ടപ്പെടും. എന്താ ചെയ്യേണ്ടത്? വിശ്വാസം കൃത്യമാക്കണം, കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളാകണം. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കൽപ്പം പോലും നമ്മുടെ കർമ്മങ്ങളിൽ കടന്നു വരാൻ പാടില്ല. ഈമാനും അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളുമുണ്ടോ, അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും. രണ്ടാമത്തെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ അവര് വാദിച്ചു, ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ് എന്ന്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ആ വിഷയം പറയുന്നുണ്ട്. സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ. ചില ആളുകൾ വാദിച്ചു ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ് എന്ന്. ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ. അപ്പോൾ അല്ലാഹു തആല ഈ ആയത്ത് കൊണ്ട് അവരെ പരീക്ഷിച്ചു. ഏതാണ് ആയത്ത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, അല്ലാഹുവിന്റെ റസൂലായ എന്നെ നിങ്ങൾ പിൻപറ്റണം എന്നാണ് അർത്ഥം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. ഈ ആയത്തിനെ പറ്റി പണ്ഡിതന്മാര് പറഞ്ഞത് ആയത്തുൽ മിഹ്ന എന്നാണ്, പരീക്ഷണത്തിന്റെ ആയത്ത് എന്നാണ്. അഥവാ ഒരാൾ അല്ലാഹനെ സ്നേഹിക്കുന്നവനാണോ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവളാണോ എന്ന് പരിശോധിക്കാനുള്ള മാനദണ്ഡം എന്താണ്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും പിൻപറ്റിയാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് പറയുന്നു
അങ്ങനെയുള്ള നിങ്ങളെ അള്ളാഹ് സ്നേഹിക്കും, നിങ്ങളുടെ പാപം അവൻ പുറത്തു തരുമെന്നാണ് സൂറത്തു ആല ഇമ്രാനിന്റെ 31-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുക. ചെറുതും വലുതുമായ ഏതൊരു രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കെതിരാകാതെ ജീവിക്കുക. എല്ലാ രംഗത്തും ആ ഒരു മാതൃക സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മൂന്നാമത്തെ കാര്യം, പാപക്കറകളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ, പശ്ചാത്തപിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു എന്നാണ്. പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയ വ്യക്തി പാപം ചെയ്യാത്തവനെ പോലെയാണ്. വതൂബു ഇലല്ലാഹി, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് തൗബ ചെയ്യുവിൻ മുഅ്മിനീങ്ങളെ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുക, അഥവാ തെറ്റിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുക. ചെയ്ത തെറ്റിനെ പറ്റി കുറ്റബോധമുണ്ടാവുക, അതിലേക്ക് മടങ്ങുകയില്ലെന്ന് തീരുമാനിക്കുക, മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ തീർക്കുക. അങ്ങനെ ഏറ്റവും ആത്മാർത്ഥമായി തൗബ ചെയ്യുക. തൗബ ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമാണ്. നാലാമത്തെ ഒരു വിഷയം, ശുദ്ധിയുള്ളവരാവുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ, തൗബ ചെയ്യുന്നവരെയും ശുദ്ധി പാലിക്കുന്നവരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്താണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, വൃത്തിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയ വഹീകളിൽ കാണാം, വസിയാബക വതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കുകയും ചെയ്യുക എന്നതാണ്. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകിയ ദീനാണ് ദീനുൽ ഇസ്ലാം. ഒരാളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള ഷർത്തിൽപ്പെട്ടതാണ് നജസ്സുകളിൽ നിന്ന് അയാൾ ശുദ്ധിയാവുക എന്നുള്ളത്. നമസ്കരിക്കുന്ന വ്യക്തിയുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ നജസ്സുകൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും മുക്തമാകണം. കുളി നിർബന്ധമാകുന്ന അവസ്ഥകളിൽ നിന്നും വുളു നിർബന്ധമാകുന്ന അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടണം. എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ 5 നേരവും പല്ല് തേക്കൽ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വുളു ചെയ്യുമ്പോൾ കൃത്യമായി അതിന്റെ അവയവങ്ങൾ നനയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനം നടത്തിയാൽ കൃത്യമായി മനോഹരിക്കാത്തവർക്ക് ഖബറിൽ പോലും ശിക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര നിർദ്ദേശങ്ങളുണ്ട് ആ വിഷയത്തിൽ. വൃത്തിയിൽ നടക്കുക, ശുദ്ധിയുള്ളവരാവുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്, പള്ളി എല്ലാം വൃത്തിയാക്കുക. പൊതുവഴിയിൽ മാലിന്യം ഇടരുത് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്. വഴിയിൽ നിന്ന് മാലിന്യം എടുത്തു മാറ്റൽ, ഉപദ്രവം മാറ്റിവെക്കൽ ഒക്കെ സ്വതക്കയാണെന്ന് പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് വഴിയിൽ മാലിന്യം കൊണ്ടുപോയി ഇടൽ അത് തിന്മയാണ് എന്നുള്ള വിഷയമാണ്. ശുദ്ധിയുള്ളവരാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അഞ്ചാമത്തെ വിഷയം, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അഥവാ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം വരികയും ആ യുദ്ധം ചെയ്യേണ്ട സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വിശ്വാസിക്ക് പാടില്ല. അങ്ങനെ യുദ്ധത്തിൽ
പോരടിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുനിയാനും മർസൂസ്. ഒരു ബിൽഡിംഗിലെ കല്ലുകളെ പോലെ, ഒരു കെട്ടിടത്തിലെ കല്ലുകളെ പോലെ പരസ്പരം ചേർന്നുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. സൂറത്തു സഫിലെ 4-ാമത്തെ ആയത്തിൽ ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. 6-ാമത്തെ വിഷയം നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെയും സൂറത്തുൽ മാഇദയിലെ 13-ാമത്തെയും ആയത്തുകളാണ്. സമാനമായി വേറെയും നമുക്ക് കാണാം, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തു ആലി ഇംറാനിന്റെ 134, 148 ആയത്തുകൾ. സൂറത്തുൽ മാഇദയിലെ 93-ാമത്തെ ആയത്ത്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കലാണ്, നീ അവനെ കാണുന്നത് പോലെ. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, അല്ലദീ യറാക ഹീന തഖൂം. നീ നമസ്കരിക്കുമ്പോ അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സകല സന്ദർഭത്തിലും അല്ലാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി ജീവിക്കലാണ്, ഇബാദത്തുകൾ സമർപ്പിക്കലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പടപ്പുകളോടും നമ്മൾ നന്മ ചെയ്യണം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്താണ്. വഖൂലു ലിന്നാസി ഹുസ്ന. നിങ്ങൾ ജനങ്ങളോട് നല്ല രൂപത്തിൽ സംസാരിക്കൂ എന്ന് സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബ ബന്ധമുള്ളവർക്ക്, അയൽക്കാർക്ക്, യതീമിന്, അഗതിക്ക്, അശരണരായ ആളുകൾക്ക്, തടവുകാർക്ക്, പാവപ്പെട്ടവർക്ക് എല്ലാം നന്മ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട്. മൃഗങ്ങളോട് പോലും കാരുണ്യം കാണിക്കണമെന്നും ഇഹ്സാൻ ചെയ്യണമെന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നന്മ ചെയ്യുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. ഖാറൂൻ എന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ധിക്കാരിയായ ആളോട് പറഞ്ഞത് എന്താണ്? വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹ് നിനക്ക് നന്മ ചെയ്തതുപോലെ നീ ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്ന കൽപ്പനയാണ്. നന്മ ചെയ്താൽ അല്ലാഹു നമുക്കും നന്മ ചെയ്യും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലാതെ മറ്റു വല്ല പ്രതിഫലവുമുണ്ടോ എന്നാണ്. അല്ലാഹുവിനോടുള്ള ഇഹ്സാൻ, പടപ്പുകളോടുള്ള ഇഹ്സാൻ, ആ നന്മ ചെയ്യുക എന്നത് അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുവാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ അറിയുക. 7, 8, 9, 10 കാര്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക. ദുനിയാവിന്റെ കാര്യത്തിലല്ല, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം കൂടിയിരിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ചെലവഴിക്കുക. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, ഖാല അല്ലാഹു അസ്സ വജൽ. ഉന്നതനും മഹാനുമായ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയാ. എന്റെ സ്നേഹം നിർബന്ധമായി തീരും എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾക്ക്. വൽ മുതജാലിസീന ഫിയാ. എന്റെ വിഷയത്തിൽ പരസ്പരം കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾക്ക്. വൽ മുതസാബിരീന ഫിയാ. എന്റെ കാര്യത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്ക്. വൽ മുതബാദിലീന ഫിയാ. എന്റെ വിഷയത്തിൽ പരസ്പരം ചെലവഴിക്കുന്ന ആളുകൾക്ക്. മുസ്നദ് അഹ്മദിലെ 22,030-ാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
റബ്ബിന്റെ ഇഷ്ടം നേടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. 11ാമത്തെ ഒരു വിഷയം, നിർബന്ധമായ ഇബാദത്തുകൾക്ക് പുറമെ ഐച്ഛികമായ ഇബാദത്തുകൾ കൂടി നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ അത് കാരണമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ ഖാല, തീർച്ചയായും അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതഹു ബിൽ ഹർബ്. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്നാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി. ഞാൻ ഫർലാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒരു അടിമ എന്നിലേക്ക് ഏറ്റവും അടുക്കുന്നത്. നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കൽ എപ്പോഴാന്ന് വെച്ചാൽ ഫർദായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. സുന്നത്തായ കാര്യങ്ങളെക്കാൾ പ്രതിഫലം ഫർദായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലഭിക്കും. ഫർദായ നോമ്പിന് സുന്നത്തായ നോമ്പിനേക്കാൾ പ്രതിഫലമുണ്ട്. ഫർദായ നമസ്കാരങ്ങൾക്ക് സുന്നത്തായ നമസ്കാരങ്ങളെക്കാൾ പ്രതിഫലമുണ്ട്. എന്നാൽ ഒരു വിശ്വാസി ആ നിർബന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്തവന്റെ കർമ്മങ്ങൾ മതിയാക്കുകയില്ല. അല്ലാഹു തആല പറയുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു. ആ നിർബന്ധ കാര്യങ്ങൾക്ക് പുറമെ, കാരണം നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കൂടുതലും ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വളരെ കുറവുമാണ്. ഉദാഹരണത്തിന് രാത്രി ഇശാ നമസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ, പക്ഷെ രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ ഐച്ഛികമായ കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ ചെയ്യുമ്പോ ഹത്താ ഉഹിബ്ബുഹു, അല്ലാഹ് പറയുന്നു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുൻതു സംഉഹു അല്ലദീ യസ്മഉ ബിഹി, പിന്നെ അവൻ കേൾക്കുന്ന കാത് ഞാനായി തീരും. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, പിന്നെ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും അയാൾ കേൾക്കുകയില്ല. വബസറുഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനായി തീരും. അഥവാ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒന്നിലേക്കും അയാൾ നോക്കുകയില്ല. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനായി തീരും. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് അയാൾ കൈ ചലിപ്പിക്കുകയില്ല. വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനായി തീരുമെന്ന് പറഞ്ഞാൽ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലേക്ക് അയാൾ നടക്കുകയില്ല. വഇൻ സഅലനീ ലഉഅതിയഹു വഇൻ സഅലനീ ലഉഅതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തഅദനീ ലഉഈദന്നഹു, അവൻ എന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവന് അഭയം നൽകുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിലെ 6512 ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പള്ളിയിലേക്കൊക്കെ കുറച്ച് നേരത്തെ വരിക. വെള്ളിയാഴ്ച ഏതായാലും നമ്മൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്, നേരത്തെ വന്ന് കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുക. നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് പോവാതെ അവിടെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ ചൊല്ലുക, അവിടെ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പതിവാക്കുക. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്നതാണ്. സാധാരണ ജമാഅത്തുകൾക്ക് വരുന്ന ആളുകൾ കുറച്ച് നേരത്തെ വരിക. അങ്ങനെ എല്ലാ കർമ്മങ്ങളിലും നമ്മൾ മുന്നേറുക. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക.
ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക, സുന്നത്തായ നോമ്പുകൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. നമസ്കാരത്തിന്റെ കൂടെ അല്ലാഹു ചേർത്ത് പറഞ്ഞ കാര്യമാണ് ബലികർമ്മം. അത് നമ്മൾ നിർവഹിക്കുക. അങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കും നമ്മുടെ മുമ്പിലുണ്ടാവുക. സ്വതക്കയുടെ കാര്യത്തിൽ പിശുക്കുണ്ടാവരുത്. ഇങ്ങനെ എല്ലാ കർമ്മത്തിലും നമ്മൾ മുന്നേറുമ്പോ നമ്മളൊരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവോട് നമ്മൾ ചോദിച്ചാൽ, അല്ലാഹു പറഞ്ഞത് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ നൽകുക തന്നെ ചെയ്യുമെന്നാണ്. നമ്മൾ രക്ഷപ്പെടില്ലെന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് നമ്മൾ അഭയം തേടുമ്പോ, രക്ഷ തേടുമ്പോ അല്ലാഹു പറഞ്ഞത് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവന് അഭയം നൽകുക തന്നെ ചെയ്യുമെന്നാണ്. അതിനെന്താ വേണ്ടത്? അള്ളാഹു പഠിപ്പിച്ച പോലെ ജീവിക്കുക. അപ്പൊ അള്ളാഹു തആല നമുക്ക് നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കും. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? അദ്ദേഹം മുമ്പുള്ള ജീവിതത്തിൽ നമസ്കാരവും തസ്ബീഹും ഇബാദത്തുകളും വർദ്ധിപ്പിച്ച ആളായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ സുഭിക്ഷമായ സന്തോഷകരമായ സന്ദർഭത്തിൽ റബ്ബിനെ മറക്കാതെ നമ്മൾ ജീവിച്ചാൽ പ്രയാസഘട്ടത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമെന്നുള്ളതാണ്. 12ാമത്തെ വിഷയം, അല്ലാഹുവിൽ നമ്മൾ ബരമേൽപ്പിക്കുക. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നീ ഒരു കാര്യത്തിന് തീരുമാനിച്ചാൽ നീ അല്ലാഹുവിനെ ഏൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ബരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തു ആല ഇമ്രാനിലെ 159ാമത്തെ ആയത്താണ്. ഒരാൾ അല്ലാഹുവിൽ ബരമേൽപ്പിച്ച പിന്നെ അയാൾക്ക് പേടിക്കാനില്ല. കാരണം അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്ത കാര്യമില്ല. അല്ലാഹുവിനെ ഏൽപ്പിച്ചു പോന്നാൽ നമുക്ക് പേടിക്കേണ്ടതില്ല. വീട് പൂട്ടി വരുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോ നമുക്ക് ധൈര്യമാണ്. അല്ലെ, അല്ലാഹുവിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വീട്ടിൽ കുടുംബത്തെയാക്കി നമ്മൾ വരുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിറങ്ങുമ്പോ ധൈര്യമാണ്. എന്റെ കുടുംബത്തെ അല്ലാഹ് സംരക്ഷിക്കുമെന്ന ധൈര്യമാണ്. ഒരു കച്ചവടം തുടങ്ങുമ്പോ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ ബരമേൽപ്പിക്കുമ്പോ നമുക്ക് ധൈര്യമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹുവിൽ ഏൽപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിൽ ബരമേൽപ്പിക്കേണ്ട വിധത്തിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അല്ലാഹു ഉപജീവനം നൽകും. ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് പുറപ്പെടുന്ന പക്ഷി നിറഞ്ഞ വയറുമായിട്ടാണ് കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷിക്കൊരു ജോലിയുമില്ല, പക്ഷി ബിസിനസ് നടത്തുന്നില്ല. ഇന്ന സ്ഥലത്ത് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയല്ല പക്ഷി തിരിച്ചു വരുന്നത്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള റിസ്ക്, അതിന് കഴിക്കാനുള്ള ആഹാരം അല്ലാഹു നൽകിയിരിക്കും. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിൽ ഒരു ജീവിയുമില്ല അല്ലാഹ് അതിന് ഉപജീവനം നൽകാത്തതായിക്കൊണ്ട്. ചെറിയ ഉറുമ്പുകൾക്ക് വരെ അല്ലാഹു റിസ്ക് നൽകുന്നുണ്ട്. പേടിക്കേണ്ടതില്ല. അല്ലാഹുൽ ബരമേൽപ്പിക്കുക. ബരമേൽപ്പിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ്. 13ാമത്തെ വിഷയം ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ്. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. ക്ഷമാലുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. സൂറത്തു ആല ഇമ്രാനിന്റെ 146ാമത്തെ ആയത്ത്. നന്മ ചെയ്യാൻ ക്ഷമ വേണം. അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. ദുരന്തങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോ പതറാതെ ഉറച്ചു നിൽക്കാൻ അപാരമായ ക്ഷമ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. പരീക്ഷണം വരുമ്പോ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. എന്താ അള്ളാഹ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകളെ കാണാം. ഏത് പ്രതിസന്ധിയിലും പതറാത്ത മനസ്സുമായി റബ്ബിനോട് നന്ദിയുള്ളൊരു അടിമയാണോ അവരെ അള്ളാഹ് ഇഷ്ടപ്പെടും.
18 കൊല്ലം രോഗമുണ്ടായിട്ടും മക്കൾ ഒന്നിനു പിറകെ ഒന്നായി മരണപ്പെട്ടിട്ടും സമ്പത്തെല്ലാം നശിച്ചിട്ടും എല്ലാ സൗകര്യങ്ങളും അവസാനിച്ചിട്ടും പ്രതീക്ഷ കൈവിടാതെ അയ്യൂബ് നബി പറഞ്ഞെന്താ, അന്നീ മസ്സനിയ ദുർറു അൻത അർഹമുർ റഹീമീൻ, അല്ലാഹു എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീയാകട്ടെ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണല്ലോ എന്നാണ്. ക്ഷമ ഒരിക്കലും നഷ്ടപ്പെടരുത്. ക്ഷമിച്ചാൽ അല്ലാഹ് നമ്മെ ഇഷ്ടപ്പെടും. 14ാമത്തെ വിഷയം നീതി പാലിക്കുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ മാഇദയിലെ 42ാമത്തെയും സൂറത്തുൽ മുംതഹിനയിലെ 8ാമത്തെയും ആയത്താണ്. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹ് പറഞ്ഞു, വഅഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. ഒരു അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നീതി പാലിക്കൽ അയാൾക്ക് നിർബന്ധമാണ്. മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ നീതി പാലിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുല്ലാഹ വഅദിലു ഫീ ഔലാദികും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ നീതി പാലിക്കണം. നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ രൂപത്തിൽ കൊടുക്കുക എന്നുള്ളതല്ല നീതി. 1 വയസ്സായ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല 20 വയസ്സായ ഒരു കുട്ടിക്ക് കൊടുക്കുക എന്ന് നമുക്കറിയാം. ആ കുട്ടികൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ വിഷയത്തിൽ അലംഭാവം കാണിക്കാതെ മക്കൾക്കുള്ള അവകാശങ്ങൾ കൃത്യമായി നൽകൽ മാതാപിതാക്കളുടെ കടമയാണ്. ഒരു ഭരണാധികാരിയാണെങ്കിൽ തന്റെ പ്രജകൾക്കിടയിൽ നീതി പാലിക്കണം. നീതി പാലിക്കുന്ന ഭരണാധികാരിക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ പ്രത്യേകമായ തണൽ, അർശിന് തണൽ ലഭിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. 15ാമത്തെ വിഷയം തഖ്വയുള്ളവരാവുക എന്നുള്ളതാണ്. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, സൂറത്ത് ആല ഇംറാനിന്റെ 76ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, സൂറത്ത് തൗബയിലെ 4ാമത്തെയും 7ാമത്തെയും ആയത്തുകൾ. മുത്തഖീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ആരാണ് മുത്തഖി എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കൃത്യമായ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതും അല്ലാഹുവിന്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്വ. അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്കാണ് മുത്തഖി എന്ന് പറയുക. തെറ്റുകൾ എത്ര ചെറുതാണെങ്കിലും ഞാൻ ധിക്കരിക്കുന്നത് വലിയവനായ റബ്ബിനെയാണെന്ന് കരുതി എന്ന ബോധത്തോടുകൂടി തിന്മകളെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ നെഞ്ചേറ്റ് ജീവിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ഇഷ്ടദാസികളായി ഒക്കെ നമ്മൾ മാറാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം സദ്വൃത്തരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞതും അറിയാത്തതുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു തആല സമ്പൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.